ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകളിൽ വൻ പുകയിലവേട്ട. കുമ്പളയിലും ഹോസ്ദുർഗിലുമായി MDMAയും ബൈക്കുകളും പിടികൂടി. മംഗളൂരു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനാപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ എയർ ഇന്ത്യ മുഖം തിരിക്കുന്നതായി പരാതി. ഈ സാഹചര്യത്തിൽ സമ്മർദ്ദം ശക്തമാക്കാനൊരുങ്ങി മംഗളൂരു എയർ ക്രാഷ് വിക്ടിംസ് ഫാമിലി അസോസിയേഷൻ. കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ മന്ദിരം റോഡിൽ P&T ക്വാർട്ടേഴ്സിലെ മരങ്ങൾ പൊട്ടിവീണ് ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. കേരളത്തിലെ സിവിൽ സർവീസിനെ സംരക്ഷിക്കണമെന്നാവശ്യം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അജാനൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി തുള്ളിമരുന്ന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഏർപ്പെടുത്തിയ അച്ചടി ദൃശ്യമാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് 2026-27 ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. കീം പരീക്ഷയിൽ 86ാം റാങ്ക് കരസ്ഥമാക്കി കാഞ്ഞങ്ങാട്ടുകാരൻ. വെള്ളിക്കോത്ത് സ്വദേശി സാരംഗ് സുനിലാണ് റാങ്ക് കരസ്ഥമാക്കിയത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകളിൽ വൻ പുകയിലവേട്ട. കുമ്പളയിലും ഹോസ്ദുർഗിലുമായി MDMAയും ബൈക്കും പിടികൂടി. ജില്ലയിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിപണനവും കടത്തും തടയുന്നതിനായി വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകളിൽ വൻ പുകയിലവേട്ട. വിദ്യാനഗർ, ഹോസ്ദുർഗ് പോലീസ് പരിധികളിൽ നിന്നായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 3459 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉള്ളിയത്തടുക്ക ജംഗ്ഷന് സമീപം ബസ് സ്റ്റോപ്പിനടുത്തുള്ള ആൽമരച്ചുവട്ടിൽ 2 വലിയ ചാക്കുകളുമായി സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുകയായിരുന്ന ഉള്ളിയത്തടുക്ക സ്വദേശി ഇബ്രാഹിം UM ആണ് വിദ്യാനഗർ പോലീസിന്റെ പിടിയിലായത്. പോലീസ് ജീപ്പ് കണ്ടോടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ സബ് ഇൻസ്പെക്ടർ ഉമേശനെയും സംഘവും തടഞ്ഞു നിർത്തി ചാക്കുകൾ പരിശോധിച്ചപ്പോഴാണ് 2258 പാക്കറ്റ് നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. ചെർക്കള ടൗൺ ബെവിഞ്ച റോഡരികിൽ നടത്തിയ പരിശോധനയിലാണ് മുളിയാർ സ്വദേശി അബ്ദുൾ ഹക്കീം പിടിയിലായത്. കറുത്ത പ്ലാസ്റ്റിക് കവറുമായി സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുകയായിരുന്ന ഇയാൾ പോലീസ് വാഹനം കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കവേ വിദ്യാനഗർ സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കവറിനുള്ളിൽ നിന്ന് 935 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് 3ാമത്തെയാൾ പിടിയിലാകുന്നത്. മടിയൻകൂലം ക്ഷേത്രകമാനത്തിന് സമീപം വെളുത്ത പ്ലാസ്റ്റിക് കവറുമായി നിൽക്കുകയായിരുന്ന മണിക്കാട്ട് സ്വദേശി അഷ്റഫ് M ആണ് ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ നീതു തച്ചഞ്ചേരി, GASI പ്രദീപൻ KV, ഡ്രൈവർ CPO ഹരീഷ് എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ പിടിയിലായത്. ഇയാളുടെ കയ്യിൽ നിന്നും കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന 266 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് കണ്ടെടുത്തു. ജില്ലയിൽ ലഹരി മാഫിയയ്ക്കെതിരെ പോലീസ് നടത്തിവരുന്ന രാത്രികാല പരിശോധനയിൽ 3 വെവ്വേറെ കേസുകളിലായി മാരക മയക്കുമരുന്നായ MDMA പിടികൂടി. 2 പേർ അറസ്റ്റിലായി. കുമ്പള കോയിപ്പാടി നാരായണമംഗലം റോഡിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ മോട്ടോർ സൈക്കിളിൽ ഇരിക്കുകയായിരുന്ന കോയിപ്പാടി സ്വദേശി ബിനീഷ് K ആണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 0.92 ഗ്രാം MDMAയും ലഹരി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെടുത്തു. കടത്താൻ ഉപയോഗിച്ച ബൈക്കും ഫോണും കസ്റ്റഡിയിലെടുത്തു. കാഞ്ഞങ്ങാട് പുഞ്ചാവി ജുമാ മസ്ജിദ് കമാനത്തിന് സമീപം വെച്ച് പുഞ്ചാവി സ്വദേശി തൽഹാദ് P ഹോസ്ദുർഗ് പോലീസിന്റെ പിടിയിലായി. ഇയാളുടെ പോക്കറ്റിൽ നിന്നും 0.370 ഗ്രാം MDMAയും ഐഫോണും കണ്ടെടുത്തു. പടന്നക്കാട്ട് മയക്കുമരുന്നും ബൈക്കും ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടു. കരുവളം സ്വദേശി നജീബുദ്ദീൻ SK ആണ് ഓടി രക്ഷപ്പെട്ടത്. ഇയാൾക്കായി തിരച്ചിൽ ശക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനാപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ എയർ ഇന്ത്യ മുഖം തിരിക്കുന്നതായി പരാതി. ഈ സാഹചര്യത്തിൽ സമ്മർദ്ദം ശക്തമാക്കാനൊരുങ്ങി മംഗളൂരു എയർ ക്രാഷ് വിക്ടിംസ് ഫാമിലി അസോസിയേഷൻ. മംഗളൂരു വിമാനാപകടത്തിലെ ഇരകളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുന്നതിൽ എയർ ഇന്ത്യ മുഖം തിരിക്കുന്നതിനെതിരെ മംഗളൂരു എയർ ക്രാഷ് വിക്ടിംസ് ഫാമിലി അസോസിയേഷൻ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുന്നു. എയർ ഇന്ത്യ പ്രതിനിധികൾ അനുരജ്ഞന ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്ന സാഹചര്യത്തിൽ
തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കാസർഗോഡ് പൊയ്നാച്ചി രാജധാനി ഓഡിറ്റോറിയത്തിൽ കുടുംബങ്ങളുടെ അടിയന്തര യോഗം ചേർന്നു. ഉയർന്ന നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പ്രത്യേക ലോക് അദാലത്തിൽ പരിഗണിക്കാനിരിക്കുകയാണ്. 2010 മെയ് 22 നടന്ന ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 158 പേരിൽ 52 പേരും മലയാളികളായിരുന്നു. ഭൂരിഭാഗം പേരും കാസർഗോഡ് ജില്ലക്കാരുമായിരുന്നു. മംഗലാപുരം വിമാന ദുരന്തത്തിന് 16 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പല കുടുംബങ്ങൾക്കും അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നതാണ് അസോസിയേഷന്റെ പ്രധാന പരാതി. അടുത്ത അദാലത്ത് സിറ്റിംഗ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ജൂലൈ ആദ്യവാരം നടക്കും. യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് നാരായണൻ കല്ലിംഗം, സെക്രട്ടറി ഫറൂഖ് കാസ്മി, ട്രഷറർ ഹസൻ നബ, വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം, ജോയിന്റ് സെക്രട്ടറി കൃഷ്ണൻ, അഡ്വക്കേറ്റ് ആരിഫ്, അബ്ദുൾ ജലീൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ മന്ദിരം റോഡിൽ PNT ക്വാർട്ടേഴ്സിലെ മരങ്ങൾ പൊട്ടിവീണ് ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. മരങ്ങൾ പൊട്ടിവീണ് റോഡരികിൽ പാർക്ക് ചെയ്ത സ്കോർപിയോ കാർ ഭാഗികമായി തകർന്നു. പ്രദേശത്ത് നിരവധി മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിലനിൽക്കുന്നത് കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത്. കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ മന്ദിരം റോഡിൽ PNT ക്വാർട്ടേഴ്സിലെ 2 മരങ്ങളാണ് പൊട്ടിവീണത്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന സ്കോർപിയോ കാറിന് മുകളിലേക്കാണ് ഒരു മരം വലിയ ശബ്ദത്തോടെ പൊട്ടിവീണത്. അപകടത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. മറ്റൊരു വൻമരത്തിന്റെ 2 ശിഖരങ്ങളാണ് പൊട്ടിവീണത്. ഈ അപകടത്തിൽ നിന്നും ഒരാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വാഹനങ്ങളിൽ ഗ്രീസ് അടിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്ന സുരേഷൻ എന്നയാളാണ് പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടത്. മതിലിനോട് ചേർന്ന ഒരു ഷെഡ് നിർമ്മിച്ച് ഇതിൽ മെക്കാനിക് പ്രവൃത്തി നടത്തിവരികയായിരുന്നു സുരേഷൻ. മരം വീണതിനെ തുടർന്ന് ഈ ഷെഡ് പൂർണ്ണമായും തകർന്നു. മരങ്ങൾ വീണതിനെ തുടർന്ന് റോഡിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കിയതോടെയാണ് ഗതാഗതം പുനരാരംഭിക്കുവാനായത്. PNT ക്വാർട്ടേഴ്സ് പരിസരത്ത് ഏത് സമയത്തും നിലംപൊത്തി വീഴാവുന്ന അവസ്ഥയിൽ നിരവധി മരങ്ങളുണ്ട്. കൃത്യമായ രീതിയിൽ മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റാത്തതാണ് മരങ്ങൾ പൊട്ടി വീഴുവാൻ കാരണമാകുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാറ്റില്ലാത്ത സമയത്ത് പോലും മരങ്ങൾ പൊട്ടി വീഴുന്നത് കടുത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും ഇല്ലെങ്കിൽ വലിയ ദുരന്തം തന്നെയായിരിക്കും സംഭവിക്കുക എന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരളത്തിലെ സിവിൽ സർവീസിനെ സംരക്ഷിക്കണമെന്ന ആവശ്യം കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. സിവിൽ സർവീസ് മേഖല സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം അഭ്യർത്ഥിച്ചു. UDF ഭരണകാലത്ത് ഏർപ്പെടുത്തിയ നിയമന നിരോധനം ഇല്ലാതാക്കി ഒഴിവുകൾ സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായി 3,15,515 നിയമനങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF സർക്കാർ നടത്തിയത്. ഇത് രാജ്യത്ത് മൊത്തം നടന്ന PSC നിയമനങ്ങളുടെ 50% വരും. രാജ്യത്ത് കേന്ദ്ര സർവീസിലും സംസ്ഥാന സിവിൽ സർവീസുകളിലും സ്ഥിര നിയമനം ഇല്ലാതാക്കി കരാർ നിയമനവും താൽക്കാലിക നിയമനവും വ്യാപകമാക്കുന്ന കാലത്താണ് കേരളത്തിൽ സ്ഥിരം നിയമനങ്ങളും പുതിയ തസ്തികകളും സൃഷ്ടിച്ചത്. ഇതിൽ 10,000-ലധികം തസ്തികകൾ ആരോഗ്യ മേഖലയിലും അത്ര തന്നെ വിദ്യാഭ്യാസ മേഖലയിലുമാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച നിയമനം നടത്തുക, DME, DHS, ESI വകുപ്പുകളിൽ റേഷ്യോ പ്രൊമോഷൻ നടപ്പാക്കുക, നഴ്സിംഗ് ഇതര ജോലികളിൽ നിന്ന് നഴ്സുമാരെ ഒഴിവാക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. പൊതുചർച്ചയ്ക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി T. സുബ്രഹ്മണ്യൻ മറുപടി പറഞ്ഞു. സ്വാഗത സംഘം ജനറൽ കൺവീനർ PV പവിത്രൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. വിരമിക്കുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് MR രജനി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KG ഗീതാമണി എന്നിവർക്കുള്ള യാത്രയപ്പ് സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. കാരണം എല്ലാ വർഷവും ഈ കേരളത്തിലെ, ഈ സ്റ്റേറ്റിലെ പല സർവീസ് സംഘടനകളിലും വെച്ച് ഏറ്റവും മാതൃകാപരമായി ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ KGNAയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ ഒരു പ്രത്യേകമായ ഒരു അനുഭൂതിയോ അല്ലെങ്കിൽ ചാരിതാർത്ഥ്യമോ ഉണ്ടാക്കുന്നതാണ്. 69ാമത് സംസ്ഥാന സമ്മേളനമാണ്. വളരെയേറെ ഇതിന് പൂർവികർ പണിപ്പെട്ട് ശ്രമകരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും പടുത്തുയർത്തിയിട്ടുള്ള ഈ കേരളത്തിലെ നമ്പർ 1 സംഘടനയായിട്ട്
മാറ്റുന്നതിന് പൂർവികരും ഇപ്പോഴുള്ളവരും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ ഈ സംഘടന ഉണ്ടായത്. ആരോഗ്യ മേഖലക്കകത്ത് ഹെൽത്ത് സർവീസിൽ 14,000-ഓളം വരുന്ന നേഴ്സുമാരും 10,000-ന് തൊട്ട് താഴെ തൊട്ടടുത്ത് തന്നെ ഏകദേശം 10,000-ഓളം വരുന്ന നേഴ്സുമാർ അംഗങ്ങളായിട്ടുള്ള മഹാഭൂരിപക്ഷം പേരും അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടന എന്നുള്ള നിലയിൽ SS ഹമീദ് അധ്യക്ഷത വഹിച്ചു. KGNA സംസ്ഥാന ജനറൽ സെക്രട്ടറി T സുബ്രഹ്മണ്യൻ, സ്വാഗത സംഘം ചെയർമാൻ VV രമേശൻ, MR രജനി, KG ഗീതാമണി എന്നിവർ സംസാരിച്ചു. L ഗീത സ്വാഗതവും TT ഖമറുസമാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അജാനൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി തുള്ളിമരുന്ന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി അജാനൂർ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി തുള്ളിമരുന്ന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് പൾസ് പോളിയോ ദിനമാണ്, ജൂൺ 28. നമ്മുടെ രാജ്യത്തിനകത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകിക്കൊണ്ട് പോളിയോ എന്ന വിപത്തിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് 1971 മുതൽ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അതിനോടകം 2011 പൂർണ്ണമായും ഇന്ത്യ രാജ്യം പോളിയോ വിമുക്തമായിട്ടുണ്ട്. എങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നും എന്തെങ്കിലും തരത്തിൽ നമ്മുടെ രാജ്യത്തിനകത്തേക്ക് പോളിയോ എന്ന വിപത്ത് കടക്കാതിരിക്കാനാണ് ഇപ്പോഴും തുള്ളിമരുന്ന് നൽകിക്കൊണ്ട് അതിനൊരു പ്രതിരോധ മാർഗം സൃഷ്ടിക്കുവാൻ വേണ്ടി ഇന്ന് ഈ ദിവസം തിരഞ്ഞെടുക്കുകയും എല്ലാ വർഷവും മാർച്ച് ജനുവരി മാസങ്ങളിലാണ് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കാറുള്ളതെങ്കിലും ഇപ്രാവശ്യം ജൂൺ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളും പോളിയോ തുള്ളിമരുന്ന് എടുക്കുകയും പോളിയോ എന്ന മഹാവിപത്തിനെ നമ്മുടെ രാജ്യത്തിന് ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തരത്തിലേക്ക് പ്രതിരോധം തീർക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പോളിയോ ദിനത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. ചടങ്ങിൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധനേഷ് KC, അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, വാർഡ് മെമ്പർ സജി, KPHN രാജി വൈദ്യനാഥൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് M നിഷാന്ത്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഏർപ്പെടുത്തിയ അച്ചടി ദൃശ്യമാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ന്യൂസ് മലയാളം റിപ്പോർട്ടർ രതീഷ് വാസുദേവൻ, മാതൃഭൂമി റിപ്പോർട്ടർമാരായ EV ജയകൃഷ്ണൻ, P ശിൽപ, ഉത്തർദേശം റിപ്പോർട്ടർ P പ്രവീൺകുമാർ എന്നിവർക്കാണ് അവാർഡ്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഏർപ്പെടുത്തിയ അച്ചടി ദൃശ്യ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റ് MV ദാമോദരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച വാർത്തയ്ക്കുള്ള അവാർഡിന് കാഞ്ഞങ്ങാട് മാതൃഭൂമി സീനിയർ സ്റ്റാഫ് റിപ്പോർട്ടർ EV ജയകൃഷ്ണൻ അർഹനായി. മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ദേവസമക്ഷം നൊമ്പരപ്പൂക്കൾ പരമ്പരയ്ക്കാണ് അവാർഡ്. മികച്ച ദൃശ്യ മാധ്യമ പ്രവർത്തകനുള്ള സുരേന്ദ്രൻ നീലേശ്വരം സ്മാരക മാധ്യമ അവാർഡിന് ന്യൂസ് മലയാളം കാസർഗോഡ് റിപ്പോർട്ടർ രതീഷ് വാസുദേവൻ അർഹനായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശിനി ഹർഷിനിയുടെ നീതി തേടിയുള്ള വാർത്തയ്ക്കാണ് പുരസ്കാരം. ദേശാഭിമാനി ലേഖകനായിരുന്ന T കുഞ്ഞിരാമൻ മാസ്റ്ററുടെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ മികച്ച ഗ്രാമീണ റിപ്പോർട്ടറിനുള്ള പുരസ്കാരത്തിന് മാതൃഭൂമി തൃക്കരിപ്പൂർ റിപ്പോർട്ടർ P ശിൽപ അർഹയായി. ഫിനിഷിംഗ് ഇല്ലാതെ കാസർഗോഡിന്റെ കായിക സ്വപ്നം എന്ന പരമ്പരയാണ് അവാർഡിന് അർഹയാക്കിയത്. മടിക്കയിലെ ആദ്യകാല കർഷക കമ്മ്യൂണിസ്റ്റ് നേതാവ് KV രാമുണ്ണിയുടെ സ്മരണയ്ക്കായി കുടുംബം സായാഹ്ന പത്രങ്ങളിലെ റിപ്പോർട്ടർമാർക്കായി ഏർപ്പെടുത്തിയ അവാർഡിന് കഴിഞ്ഞ 33 വർഷമായി ഉത്തരദേശം കാഞ്ഞങ്ങാട് ലേഖകൻ P പ്രവീൺകുമാർ അർഹനായി. നീലേശ്വരം സ്മാരക മാധ്യമ അവാർഡിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷി നായയുടെ നീതി തേടിയുള്ള വാർത്തകൾക്കാണ് പുരസ്കാരം. ദേശാഭിമാനി ലേഖനായിരുന്ന T കുഞ്ഞിരാമൻ മാസ്റ്ററുടെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ മികച്ച ഗ്രാമീണ റിപ്പോർട്ടിനുള്ള പുരസ്കാരത്തിന് മാതൃഭൂമി തൃക്കരിപ്പൂർ റിപ്പോർട്ടർ P ശിൽപ അർഹയായി. ഈ ശില്പയുടെ റിപ്പോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പോർട്സാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാമീണ റിപ്പോർട്ടിങ്ങിനാണ് നമ്മൾ അവാർഡ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കായിക കുതിപ്പുകൾ
പല പ്രതിഭകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു നാടായി മാറിയിരിക്കുകയാണ് കാസർഗോഡ് ജില്ല. അതേസമയത്ത് വളരെ ഗ്രാമീണ മേഖലയിൽ ഈ സൗകര്യങ്ങളൊന്നും ലഭിക്കാത്ത ഒരുപാട് കുട്ടികൾ കുതിക്കുന്നതല്ല കിതക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും ഒപ്പിയെടുത്ത് നടത്തിയ മനോഹരമായ പരമ്പരയാണ് ശില്പയെ ഈ അവാർഡിന് അർഹമാക്കിയത്. വാർത്താ സമ്മേളനത്തിൽ ജൂറിയും മാധ്യമ ദിനപത്രത്തിന്റെ കാസർഗോഡ് ബ്യൂറോ ചീഫുമായ രവീന്ദ്രൻ രാവണേശ്വരം, മാധ്യമപ്രവർത്തകരായ ഫസലുർ റഹ്മാൻ, ബാബു കോട്ടപ്പാറ, KV ബൈജു എന്നിവരടങ്ങിയ ജൂറി സമിതിയാണ് അവാർഡ് നിർണയം നടത്തിയത്. 5001 രൂപയും ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ജൂലൈ 7 ഉച്ചയ്ക്ക് 3 മണിക്ക് കാഞ്ഞങ്ങാട് ബിഗ്മാൾ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി CP ജോൺ അവാർഡുകൾ സമ്മാനിക്കും. അട്ടക്കാട്ടെ ആദ്യകാല കർഷക സംഘം പ്രവർത്തകൻ തോട്ടോൻ കോമൻ മണിയാണിയുടെ സ്മരണയ്ക്ക് കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ പത്രപ്രവർത്തകരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കാഞ്ഞങ്ങാട് MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് 2026-27 ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ എഞ്ചിനീയർ വിനീഷ് വിദ്യാധരൻ PMJF പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് മേലാങ്കോട്ട് ലയൺസ് ഫൗണ്ടേഷൻ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ എഞ്ചിനീയർ വിനീഷ് വിദ്യാധരൻ PMJF പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നിർവഹിച്ചു. നമ്മളെ മോട്ടോ വിസവാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നതിൽ അതിലൊക്കെ ഉപരിയായിട്ട് unspoken fact of service that we do to ourselves. ഈ ബന്ധങ്ങൾ, the opportunity that our organization gives you to build fellowship and friendship among like-minded service-minded people. അത് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഞാനൊരു ലയണായാലും എനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം അത് തന്നെയാണ്. ഇന്ന് ഞാൻ വന്നപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് ജോയ് ഒരുപാട് പ്രാവശ്യം, അദ്ദേഹം നമുക്കറിയാം, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എന്നെ ഒരു 8 പ്രാവശ്യം ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫോളോ അപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. എന്റെ പനി ഒരുവിധം എനിക്ക് തോന്നുന്ന ആ വെള്ളപ്പവും കറിയും കഴിച്ചു കുറച്ച് പനി കുറഞ്ഞു. പ്രസിഡന്റ് HK കൃഷ്ണമൂർത്തി അധ്യക്ഷത വഹിച്ചു. CPV വിനോദ് കുമാർ ഫ്ലാഗ് സല്യൂട്ടേഷനും KV ബാബുരാജ് മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തലും നടത്തി. എഞ്ചിനീയർ NR പ്രശാന്ത്, ശ്രീകണ്ഠൻ, ഡോക്ടർ CK ശ്യാമള, മധുകുമാർ, എഞ്ചിനീയർ K ബാലകൃഷ്ണൻ നമ്പ്യാർ, ഡോക്ടർ M വിവേക് എന്നിവർ സംസാരിച്ചു. M കൃഷ്ണൻ സ്വാഗതവും P നാരായണൻകുട്ടി നായർ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി ഡോക്ടർ M വിവേകിനെ പ്രസിഡന്റായും P നാരായണൻകുട്ടി നായരെ സെക്രട്ടറിയായും VM ജോയ് ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കീം പരീക്ഷയിൽ 86ാം റാങ്ക് കരസ്ഥമാക്കി കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് സ്വദേശി സാരംഗ് സുനിൽ. 6ാം ക്ലാസ്സിൽ വെള്ളിക്കോത്ത് സ്കൂളിൽ നിന്ന് പെരിയ നവോദയയിലേക്ക് പ്രവേശനം ലഭിച്ച സാരംഗ് 10ാം ക്ലാസ് വരെ പെരിയ നവോദയ സ്കൂളിലായിരുന്നു പഠിച്ചത്. അവന്തി ഫെല്ലോ സ്കോളർഷിപ്പോടെ കോട്ടയം നവോദയ വിദ്യാലയത്തിലാണ് +2 പഠനം. അതിനോടൊപ്പമായിരുന്നു എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ്. JEE എക്സാമിലൂടെ IIT-യിൽ അഡ്മിഷൻ ആയിട്ടുണ്ട്. കേരള വിഷൻ ഓപ്പറേറ്ററും കേബിൾ TV അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ K സുനിൽകുമാറിന്റെയും പെരിയ വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് K സജിതയുടെയും മകനാണ് സാരംഗ്. രാജീവൻ കാഞ്ഞങ്ങാടിന്റെ സാഹിത്യരചനകൾ ഇന്നും പ്രസക്തമെന്ന് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA. യുവകലാസാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും കാഞ്ഞങ്ങാട് MN സ്മാരക ഗ്രന്ഥാലയവും സംയുക്തമായി സംഘടിപ്പിച്ച രാജീവൻ കാഞ്ഞങ്ങാട് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ ജീവിതാവസ്ഥകളോട് ആത്മാർത്ഥത പുലർത്തിയ രാജീവൻ കാഞ്ഞങ്ങാട് രചനകൾ കൂടുതൽ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA അഭിപ്രായപ്പെട്ടു. യുവകലാസാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും കാഞ്ഞങ്ങാട് MN സ്മാരക ഗ്രന്ഥാലയവും സംയുക്തമായി സംഘടിപ്പിച്ച രാജീവൻ കാഞ്ഞങ്ങാട് അനുസ്മരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ നിന്നും ഗ്രന്ഥാലയത്തിലുള്ള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരവും ഈ ഗ്രന്ഥാലയത്തിന് ലഭിക്കുകയുണ്ടായി. ആ നിലയിൽ കഴിഞ്ഞ കുറച്ച് വർഷമായി വിവിധങ്ങളായ പരിപാടികൾ നടത്തി
ഈ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ജനങ്ങളുടെയും അതുപോലെ തന്നെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് കാഞ്ഞങ്ങാട് MN സ്മാരക ലൈബ്രറി. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ചേർന്നാണ് രാജീവൻ കാഞ്ഞങ്ങാട് അനുസ്മരണവും അതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുടുംബങ്ങളിലും മറ്റൊക്കെപ്പെട്ട വിദ്യാർത്ഥികൾ, അവർ SLCക്കും +2-നും ഉന്നത വിജയം നേടിയവർ, അതുപോലെ തന്നെ വിവിധ പരീക്ഷകളിൽ മികവ് തെളിയിച്ച കുട്ടികളെല്ലാം അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടി സംഘടിപ്പിച്ചു. രാജീവൻ കാഞ്ഞങ്ങാട് സ്മാരക കലാലയ പുരസ്കാരം തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല വിദ്യാർത്ഥി ഷഹീർ പുളിക്കലിന് സമ്മാനിച്ചു. സ്കൂൾ പരീക്ഷകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ അനുമോദിച്ചു. യുവകലാസാഹിതി സെക്രട്ടറി ജയൻ നീലേശ്വരം അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ K. ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാധാകൃഷ്ണൻ പെരുമ്പള, ബംഗളം കുഞ്ഞികൃഷ്ണൻ, C. നാരായണൻ, വിനയൻ കല്ലത്ത്, K. രവീന്ദ്രൻ, N. ബാലകൃഷ്ണൻ, M. ശ്രീജിത്ത്, K. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CK ബാബുരാജ് സ്വാഗതവും K. പ്രഭിജിത്ത് നന്ദിയും പറഞ്ഞു. ബാലവേദി കുട്ടികളും ഗ്രന്ഥാലയ അംഗങ്ങളും കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. കല്ലിങ്കാൽ ജനശ്രീ സുസ്ഥിര മിഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും അനുമോദന സമ്മേളനവും നടന്നു. സംഗമം മണ്ഡലം ചെയർമാൻ സതീശൻ പരക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ മണ്ഡലത്തിലെ കല്ലിങ്കാൽ ജനശ്രീ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം വിപുലമായി സംഘടിപ്പിച്ചു. സംഗമം മണ്ഡലം ചെയർമാൻ സതീശൻ പരക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് ഹൃദയം തോന്നൽ ചർച്ച ചെയ്യാൻ ഈ തിരക്കുള്ള സമയത്തും അല്പസമയം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ എത്തിയതിന് ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം ജനശ്രീ മുഖേന നമുക്കിവിടെ പല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ 13 വർഷം കൊണ്ട് ജനശ്രീയിൽ ഉൾപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇന്ത്യ രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് അഭിമാനകരമായ ഒരു നേട്ടമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. കാരണം ഇങ്ങനൊരു സംരംഭം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നും അടച്ചിട്ട വീടുകളിലും
അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടും മാത്രം ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തികളായി മാറുമായിരുന്നു. അതിനെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് രവീന്ദ്രേട്ടനും നിശാന്തും മുൻകെടുത്തുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഈ പുറം ലോകം കാണാൻ തന്നെ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ കൂട്ടായി ഒന്നിച്ച് പോയിക്കൊണ്ട് എല്ലാ ആളുകളും കാണുകയും പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയുവാനും നമുക്ക് ശ്രമിച്ചു. ജനശ്രീയുടെ പ്രസക്തിയെപ്പറ്റി വിശദീകരിച്ചു. ജനശ്രീ യൂണിറ്റ് പ്രസിഡന്റ് പി രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനശ്രീ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞമ്പു വാഴവളപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. വി നിശാന്ത്, സുനിത നാരായണൻ, അനുരാജൻ, ചന്ദ്രൻ, കൃഷ്ണൻ NV, രാമചന്ദ്രൻ, രമേശൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് SLC+2 ഡിഗ്രി തലത്തിൽ ഉന്നത വിജയം നേടിയ കൃഷ്ണേന്ദു, നിയാചന്ദ്രൻ, അനാമിക VV എന്നിവരെ മൊമെന്റോ ക്യാഷ് അവാർഡ് എന്നിവ നൽകി ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. സജിത സ്വാഗതവും ശശി KC നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഴീക്കോടൻ ക്ലബ്ബ് രാവണേശ്വരത്തിന്റെ ജനറൽ ബോഡി യോഗവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. അഴീക്കോടൻ ക്ലബ്ബ് രാവണേശ്വരത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ക്ലബ്ബിൽ വെച്ച് നടന്നു. LSS, USS, SLC+2 പരീക്ഷകളിലും ഡിഗ്രി BTech പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ക്ലബ്ബ് യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. ജനറൽ ബോഡി യോഗവും അനുമോദനവും പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സംഘടനകളും ക്ലബ്ബുകളും വായനശാലകളും ഒക്കെ കൈകോർത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? നന്നായി പഠിച്ചാൽ മാത്രം സ്വപ്നം കാണുക എന്നാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്. ഉറക്കത്തിൽ സ്വപ്നം കാണാനല്ല, ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്നാണ് അബ്ദുൽ കലാം പറഞ്ഞത്. നമുക്കിന്ന് പട്ടിണി എന്താണെന്ന് നമുക്കറിയില്ല. അന്ന് പട്ടിണി മാറ്റാൻ രാവിലെ 4 മണിക്ക് എണീറ്റ് പത്രം വിറ്റി 8 മണിയാകുമ്പോഴേക്കും കിലോമീറ്ററുകൾ താണ്ടി സ്കൂളിൽ പോയ ഒരാളാണ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ക്ലബ് പ്രസിഡന്റ് P പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ M ബാലകൃഷ്ണൻ, K ശശി, ബ്രാഞ്ച് സെക്രട്ടറിമാരായ അനീഷ് ദീപം, P ഗംഗാധരൻ, മഹിളാ അസോസിയേഷൻ രാവണേശ്വരം വില്ലേജ് സെക്രട്ടറി സുനിത ബിജു, അഴീക്കോടൻ വായനശാല പ്രസിഡന്റ് TC ദാമോദരൻ മാസ്റ്റർ, ക്ലബ് വനിതാവേദി സെക്രട്ടറി ഉഷ രവീന്ദ്രൻ, പ്രസിഡന്റ് ധന്യ അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി KV വിനോദൻ സ്വാഗതം പറഞ്ഞു. പുതിയ കമ്മിറ്റി ഭാരവാഹികളായി സെക്രട്ടറിയായി M ബാലകൃഷ്ണനെയും ജോയിന്റ് സെക്രട്ടറിയായി സുനിത ബിജുവിനെയും പ്രസിഡന്റായി T നാരായണനെയും വൈസ് പ്രസിഡന്റായി ഹരിനാരായണനെയും ട്രഷററായി അനീഷ് ദീപത്തെയും വനിതാ കമ്മിറ്റി ഭാരവാഹികളായി സെക്രട്ടറിയായി ധന്യ അരവിന്ദനെയും ജോയിന്റ് സെക്രട്ടറിയായി രസ്ന മണികണ്ഠനെയും പ്രസിഡന്റായി ഉഷ രവീന്ദ്രനെയും വൈസ് പ്രസിഡന്റായി സവിത ഗണേഷിനെയും ട്രഷററായി സുരേഖ നന്ദകുമാറിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മംഗലം കളി അക്കാദമി ഫോർ ട്രൈബ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദന പരിപാടിയും നടന്നു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മംഗലം കളി അക്കാദമി ഫോർ ട്രൈബ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദന പരിപാടിയും പെരിയ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ പുതിയ തലമുറയിലേക്ക് നമ്മൾ ഈ ഒരു സംവിധാനം കൈമാറുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ദൗത്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു ജനറൽ ബോഡി യോഗം എന്ന് പറയുന്നത്. മംഗലംകളി പോലുള്ള നാടൻ കലാരൂപങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ ചരിത്രവും അതോടൊപ്പം തന്നെ സാംസ്കാരികവും ജീവിത മൂല്യവും പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇത്തരം കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പുതിയ തലമുറയ്ക്ക് പരിശീലനവും അവസരങ്ങളും ഒരുക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ പൈതൃകം കൂടുതൽ ശക്തിപ്പെടും. അക്കാദമി ചെയർമാൻ OK പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് അക്കാദമി ഗുരുക്കന്മാരെയും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ അക്കാദമിയിലെ മെമ്പർമാരെയും ചടങ്ങിൽ ആദരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് വെള്ളംതട്ട, പുല്ലൂർ പെരിയ പഞ്ചായത്ത് അംഗം രതീഷ് കാട്ടുമാടം, അക്കാദമി വൈസ് ചെയർമാനും പനത്തടി പഞ്ചായത്ത് അംഗവുമായ ഷിബു പാണത്തൂർ, സുഗു കമലാപ്ലാവ്, കണ്ണൻ ആനപ്പെട്ടി, കൃഷ്ണൻ മൂപ്പിൽ, ചിഞ്ചു കല്ലോട്ട്, കുഞ്ഞികൃഷ്ണൻ അമ്പിലാടി എന്നിവർ സംസാരിച്ചു. അക്കാദമി സെക്രട്ടറി അനന്തൻ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി OK പ്രകാശിനെ ചെയർമാനായും
അനന്തൻ കാൽച്ചാനടുക്കത്തെ സെക്രട്ടറിയായും ഷിബു പാണത്തൂരിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിലെ സർവീസ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ദീർഘകാലം നേതൃത്വം നൽകി സർവീസിൽ നിന്ന് വിരമിച്ച കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ശോഭ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഭാനുപ്രകാശ് എന്നിവർക്ക് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗം മുൻ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ സർവീസ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ദീർഘകാലം നേതൃത്വം നൽകി സർവീസിൽ നിന്ന് വിരമിച്ച കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ശോഭ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഭാനുപ്രകാശ് എന്നിവർക്ക് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗം മുൻ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നമ്മൾ വളരെ കൃത്യമായി വസ്തുതാപരമായിട്ട് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ വിലയിരുത്തുന്നവരാണ്. അപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ജീവനക്കാരി എന്ന നിലയ്ക്ക് ഈ പോയ വർഷങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ജനങ്ങൾക്ക് നമ്മളോട് എങ്ങനെയായിരുന്നു നമ്മളോടുള്ള മനോഭാവം, അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് നമുക്ക് തിരിച്ചു നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ, ഇതെല്ലാമാണ് ഒരു ആത്മവിമർശനം, സ്വയംവിമർശനം നമ്മളെല്ലാവരും നടത്തേണ്ടത്. തീർച്ചയായും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ട്രേഡ് യൂണിയൻ സർവീസ് സംഘടന എന്നുള്ള നിലയ്ക്ക് ആ യൂണിയൻ്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ച നേതാക്കൾ എന്നുള്ള നിലയിൽ സ്വാഭാവികമായും ജനങ്ങളോടും നാടിനോടും പ്രതിബദ്ധത പുലർത്തുന്ന സാമൂഹ്യ ഇടപെടൽ തന്നെയാണ് ഈ പോയ കാലങ്ങളിൽ ഈ രണ്ട് നേതാക്കളും നടത്തിയിട്ടുള്ളത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PK വിനോദ് അധ്യക്ഷനായി. കേരള NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MV ശശിധരൻ ഉപഹാരം നൽകി. FSCTO ജില്ലാ സെക്രട്ടറി K ഹരിദാസ്, V ജഗദീഷ് എന്നിവർ സംസാരിച്ചു. V ശോഭ, K ഭാനുപ്രകാശ് എന്നിവർ മറുപടി ഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി T ദാമോദരൻ സ്വാഗതവും ട്രഷറർ B വിജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അക്ഷര പ്രീ പ്രൈമറി മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിൽ 2025-26 ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാൻ പ്രതാപ് മൊണാലിസ പരിപാടിയുടെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. കാഞ്ഞങ്ങാട് അക്ഷര പ്രീ പ്രൈമറി മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിന്റെ 2025-26 വർഷ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. വിദ്യാനികേതൻ ട്യൂഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാൻ പ്രതാപ് മൊണാലിസ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. നിങ്ങളുടെ ഈ ജോലി സംബന്ധമായ ഒരു മുഖാമുഖത്തിന് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരിക്കലും കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കീഴിൽ അധ്യാപികയായി മാറിയ ഒരു വിദ്യാർത്ഥിനി തഴയപ്പെടാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യമാണ്. ഒരിക്കലും നമ്മൾക്ക് പുറകെയല്ലാതെ നമുക്ക് മുന്നിൽ മറ്റൊരാൾ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്രയും വളരെ പ്രാധാന്യത്തോടെ ഈ കോഴ്സിനെ കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ കൈകാര്യം ചെയ്യുന്നത്. കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന് നിങ്ങൾക്ക് കലോത്സവത്തിന് വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ട്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ട്രെയിനിങ് സെന്ററുകളുണ്ട്, നിരവധി ട്രെയിനിങ് സെന്ററുകളുണ്ട്. പക്ഷേ കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്ന കോളേജുകൾ കുറച്ചെണ്ണത്തിൽ കുറവാണ്. KB മദൻലാൽ അധ്യക്ഷനായി. ഷജിൽ സെബാസ്റ്റ്യൻ, ബിജു, സമീറ ടീച്ചർ എന്നിവർ സംസാരിച്ചു. അക്ഷര TTC പ്രിൻസിപ്പാൾ പ്രേമലത ടീച്ചർ സ്വാഗതവും ലതിക ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യുവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മാണിക്കോത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. യുവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മാണിക്കോത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മാണിക്കോത്ത് സ്കൂൾ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി പന്ത് കെട്ടുന്നുണ്ടെങ്കിൽ മനോഹരമായി നോക്കി നിന്ന് അവൻ മാണിക്കോത്ത് സ്കൂൾ പഠിക്കേണ്ടതല്ല, അവൻ കാഞ്ഞങ്ങാട് സ്കൂൾ പഠിക്കേണ്ടതല്ല, അവൻ GV രാജയിൽ പഠിക്കേണ്ടതാണ്, അവൻ PT ഉഷ സ്കൂളിൽ കൊണ്ട് ചേർക്കണം, അവനെ സ്പോർട്സ് സ്കൂളിൽ സായിൽ പഠിപ്പിക്കണം എന്നാണ് ഇന്ന് യുവചേതന പോലുള്ള ക്ലബ്ബുകൾ അവരുടെ പ്രദേശങ്ങളിൽ ഏതെങ്കിലും കുട്ടി നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ ആ രക്ഷിതാക്കളോട് പറഞ്ഞ് കുട്ടിയെ സ്പോർട്സ് സ്കൂൾ തന്നെ കൊണ്ട് ചേർക്കണം.
അവൻ നാളെ ഈ നാടിന്റെ അഭിമാനമായി മാറും. നന്നായി പാടുന്ന കുട്ടി, ആ പാടുന്ന കുട്ടി ഡിഗ്രിക്ക് ചേരുമ്പോൾ സംഗീത കോളേജിൽ തന്നെ ചേർക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ കലാകാരന്മാരെ, കായിക താരങ്ങളെ, അവർ നമ്മുടെ നാടിന്റെ പ്രതിഭകളാണ്. അവരെ വളർത്തിക്കൊണ്ടുവരാൻ യുവചേതന പോലുള്ള സാംസ്കാരിക സംഘടനകൾക്ക്, ക്ലബ്ബുകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ വേണ്ടി കഴിയും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സുനിൽ മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. സുജിത് പെട്ടിക്കുണ്ട് സ്വാഗതം പറഞ്ഞു. നിശാന്ത് മാണിക്കോത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അശോകൻ മാണിക്കോത്ത്, പ്രജിത് മുല്ലശ്ശേരി, മാധവൻ KV, PV ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ക്ലബ് ട്രഷറർ ഷീബ ചന്ദ്രൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് വിജയചരിത്രം 2026 ഉന്നത വിജയികൾക്കുള്ള അനുമോദനം നടത്തി. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ NR ബിന്ദുമോൾ ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് 2025-26 വർഷത്തെ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ബാങ്ക് മെമ്പർമാരുടെയും ജീവനക്കാരുടെയും മക്കൾക്കുള്ള അനുമോദന ചടങ്ങ് നടത്തി. വിജയചരിത്രം 2026 എന്ന പേരിൽ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ NR ബിന്ദുമോൾ ഉദ്ഘാടനം ചെയ്തു. ഒരു നല്ല ചേഞ്ച് വരുത്തുന്നതിന് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് സഹകരണ മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഈ വിജയ ഫുൾ A+ വാങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളെ അനുമോദിക്കുന്നതിലൂടെ സമൂഹത്തിലെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ നല്ല രീതിയിൽ നടത്തുകയും ചെയ്യുന്നതിനുള്ള ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു നല്ല രീതിയെ അല്ലെങ്കിൽ ഒരു നല്ല നടപടിയെ നമുക്ക് അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥി സമൂഹങ്ങൾ വഴിതെറ്റിപ്പോകുന്നു, ലഹരിക്ക് അടിമകളാകുന്നു എന്നും ഒക്കെ പറയുന്നത്. ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി. എഴുത്തുകാരിയും നിരവധി പുരസ്കാര ജേതാവുമായ ബിന്ദു മരങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. ബാങ്ക് ഭരണസമിതി അംഗം N ഗോപി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ M സേതു, AK ഗോപാലൻ, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി KV വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി VV ലേഖ സ്വാഗതവും ബ്രാഞ്ച് മാനേജർ M സതീശൻ നന്ദിയും പറഞ്ഞു. ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, രക്ഷിതാക്കൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lines. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം.
ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ ചീമേനി അഗ്നിരക്ഷാ നിലയത്തിൽ പുത്തൻ വിവിധോദ്ദേശ വാഹനമെത്തി. തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ചീമേനി നിലയത്തിൽ നടന്ന ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. 3 മാസം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ചീമേനി നിലയത്തിന് പുതിയ വാഹനം ലഭിച്ചതോടെ ഇടുങ്ങിയ വഴികളിലെ രക്ഷാപ്രവർത്തനത്തിന് പുത്തൻ കരുത്തായി മാറും. നിലവിലുള്ള വലിയ വാട്ടർ ടെൻഡറിന് പ്രദേശത്തെ ഇടുങ്ങിയതും വശങ്ങൾ കെട്ടിയതുമായ റോഡുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത് വെല്ലുവിളിയായിരുന്നു. പുതുതായി ലഭിച്ച വാഹനം ഇടുങ്ങിയ പാതകളിലെ അടിയന്തര ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ സഹായകരമാകുന്നതാണ്. ചീമേനി നിലയത്തിൽ നടന്ന ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് മഴയുടെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഈ തീയിനേക്കാൾ കൂടുതൽ ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ടത് മഴയെയാണ്. ഈ മഴയുടെ കാലഘട്ടത്തിൽ പല പ്രദേശങ്ങളും മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ പുഴ നിറഞ്ഞൊഴുകുന്ന സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള പല പ്രദേശങ്ങളും ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉയർത്തുക എന്നുള്ളത് ഞങ്ങൾ പൊതുപ്രവർത്തകരുടെ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും ഇവിടെ സ്റ്റേഷൻ ഓഫീസർ പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് വളരെ കാര്യക്ഷമമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അതിന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. നാട്ടിൽ ഒരു പുതിയ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ സർക്കാർ മാത്രം വിചാരിച്ചാൽ മുന്നോട്ട് പോകില്ല. ജനങ്ങളുടെ കൂടി സഹകരണം അത്യാവശ്യമാണ്. അതിന് ഏറ്റവും നല്ല മാതൃക തന്നെയാണ് ഇവിടെ കയ്യൂർ ചീമേനിയിലെ ഈ ഫയർ സ്റ്റേഷൻ. അവർക്ക് കിടക്കാനുള്ള കിടക്കകൾ അല്ലെങ്കിൽ കട്ടിലുകളടക്കം ഇവിടുത്തെ ജനങ്ങൾ ആണ് സംഭാവന ചെയ്തിട്ടുള്ളതെന്ന് അറിയുന്നു. പിന്നെ അവരെ ഇവിടെ നാട്ടുകാരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. നമുക്ക് ഈ 13 വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതിൽ ഒന്ന് എന്തായാലും നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനം അത് നാളത്തെ. കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് MP V ജാനകി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം P രവീന്ദ്രൻ, സ്റ്റേഷൻ ഓഫീസർ P വിനീത്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ GB ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. കാസർഗോഡ് ജില്ലയിൽ ചീമേനിക്കൊപ്പം ഉപ്പള നിലയത്തിലും ഒരു വിവിധോദ്ദേശ വാഹനം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പെട്രോൾ പമ്പുകളിൽ നിന്ന് ക്യാനുകളിൽ പെട്രോൾ ലഭ്യമാക്കണമെന്ന് ആവശ്യം. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പെട്രോൾ പമ്പുകളിൽ നിന്നും ക്യാനുകളിൽ ഇന്ധനം നൽകേണ്ടതില്ലെന്ന കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന് ഇവർ പറഞ്ഞു. കല്യാണ വീടുകളിലും മറ്റിടങ്ങളിലും നടക്കുന്ന ചടങ്ങുകളിൽ ജനറേറ്ററിൽ ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ പിന്നീട് ജനറേറ്റർ പ്രവർത്തനരഹിതമാകുന്ന സ്ഥിതിയാണുള്ളത്. ഇതുമൂലം ഉപഭോക്താവും പ്രവർത്തകരും തമ്മിൽ സങ്കീർണ പ്രശ്നങ്ങൾ സർവ്വസാധാരണമായി തീർന്നിരിക്കുകയാണെന്നും ഇതിന് പരിഹാരം കാണുന്നതിനും ഇന്ധനം കാനുകളിൽ നൽകുന്നതിനുള്ള സൗകര്യം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 500-ൽ പരം പ്രവർത്തകർ പങ്കെടുത്ത നോർത്ത് കോട്ടശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പുതിയ കോട്ട വഴി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. 5 വീട്ടിൽ നിന്ന് ഇറങ്ങി 2 വീലർ എടുത്തുകൊണ്ട് എന്തോ കാരണം കൊണ്ട് പെട്രോൾ അടിക്കാൻ മറന്നുപോയി. 2 കിലോമീറ്റർ പോയപ്പോൾ വണ്ടി നിന്നു. എങ്ങനെ പോകും? ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും. ഇത് ഏതെങ്കിലും സർക്കാർ എടുത്തു വെച്ച വിനയാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല കേട്ടോ.
ഇത് 1980 വന്ന നിയമം ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കുക. കാരണം എന്താ? കാരണം ലോകത്തെ ആകെ ത്രസിപ്പിക്കുന്ന യുദ്ധം, ആ യുദ്ധത്തിന്റെ ഭാഗമായി പെട്രോളിനും ഡീസലിനും എല്ലാം വല്ലാത്ത ഇത് വരുന്നു. അത് വരുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടി പെട്രോൾ ചെലവ് കുറക്കുക, അല്ലെങ്കിൽ ഡീസലിന് ചെലവ് കൊടുക്കുക, അത് ന്യായമാണ്. ആ ന്യായം ദൈനംദിന ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ? നമുക്ക് ദൈനംദിനമായി ജീവിക്കണ്ടേ? നമ്മളിപ്പോ രാത്രി ഒരു പരിപാടി ഏറ്റെടുത്തു, ആ പരിപാടി സ്ഥലത്ത് പെട്രോൾ ജനറേറ്റർ ഫുള്ളാക്കി കൊണ്ടുപോയി അവിടെ എത്തി 2 മണിക്കൂർ കഴിയുമ്പോൾ ആ ജനറേറ്ററിൽ നിന്ന് പകരം പെട്രോൾ ഉണ്ടോ? പകരം സംവിധാനമുണ്ടോ? ആർക്ക് അടിയിട്ടുക? ഇതെല്ലാം സംവിധാനം ഒരുക്കിയ പന്തലാരെ സംബന്ധിച്ചിടത്തോളം ദയനീയമാണ് ഈ അവസ്ഥ. കേരളത്തിലെ പന്തൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പന്തൽ കെട്ടാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ലൈറ്റ് ആൻഡ് സൗണ്ട് കെട്ടാൻ മാത്രമല്ല, ഞങ്ങൾക്ക് സമരവും അറിയാം. ആ സമരത്തിന്റെ ഭാഗമായിട്ട് സമരം ഒരു കാര്യം ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഭരണാധികാരിയുടെ പോയി നോക്കി ഞങ്ങൾക്ക് വളരെ വിനയപുരസരം പറയാനുള്ളത്, കേരളത്തിലെ പന്തലുകാരുടെ, ലൈറ്റ് ആൻഡ് സൗണ്ടുകാരുടെ അഭിമാന സ്തംഭമായി ഉയർന്നു വന്നിട്ടുള്ള ഈ തൂവള്ളക്കൊടിയില്ലേ, ആ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏത് ഭരണാധികാരി ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നത്തിൽ ഇടപെട്ട് അധികൃതർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. കാണാത്ത പക്ഷം സംഘടനയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷിബു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാധാകൃഷ്ണൻ ചിത്ര, ജില്ലാ ട്രഷറർ ഫിറോസ് പടിഞ്ഞാർ, ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് വാസന്തി കുമാരൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ SS ഹംസ, ജലാൽ അബ്ദുള്ള, സുരേഷ് വെള്ളിക്കോത്ത്, നാസർ മുനമ്പം, ജില്ലാ സെക്രട്ടറിമാരായ അഷ്റഫ് വെളിഞ്ച, സുനിൽ മാലക്കല്ല്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ സുരേന്ദ്രൻ, ബാലൻ ബളാംതോട്, അജേഷ് റാവു, ബാലകൃഷ്ണൻ ശക്തി, കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലഹരി നിർമ്മാർജ്ജന സമിതി ജില്ലാ കമ്മിറ്റി തൂഫാൻ ഐക്യദാർഢ്യ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് CI കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലഹരി നിർമ്മാർജ്ജന സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് A. ഹമീദ് ഹാജിയുടെ അധ്യക്ഷതയിൽ മാണിക്കോത്ത് മടിയൻ റഹ്മാനിയ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ ഇത് കണ്ടപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. കാരണം ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് സ്കൂളും അതുപോലെ തന്നെ മറ്റ് ക്ലബ്ബുകളൊക്കെ ഒരു പരിപാടി നടത്താറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ലഹരി വിമുക്ത ഒരു കമ്മിറ്റിയുടെയും ഇത്തരത്തിലൊരു കൂട്ടായ്മയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. എനിക്ക് ആദ്യം ഒരു പറഞ്ഞപ്പോൾ തന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടായില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ടാണ് മനസ്സറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യത്തോട് സമീപിക്കുന്നത് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിങ്ങളെയും എൻ്റെയൊക്കെ ജനറേഷൻ അപ്പുറത്തുള്ള പുതിയൊരു വരുന്ന തലമുറ നിങ്ങളെയൊക്കെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ കാലത്ത് ചെറുപ്പകാലത്ത് ലഹരി എന്ന് നമുക്കറിയില്ല ഈ സാധനം എന്താണ്. MDMA എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി നിങ്ങൾക്കറിയാം? ഒരു 3, 4, 5 വർഷങ്ങൾക്ക് അപ്പുറത്ത് MDMA അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ട് പരിചയം. ഞാൻ 10 വർഷം മുമ്പ് SI ട്രെയിനിങ് കഴിയുന്ന സമയത്ത് ട്രെയിനിങ്ങിന് കാണിച്ച് തന്ന നമ്മുടെ ഫോറൻസിക്കിൻ്റെ ഓരോന്ന് കാണിച്ചു തന്ന ബന്ധങ്ങളേ ഉള്ളൂ ഈ സാധനം എന്താണെന്നുള്ളത്. ലോകത്തെയാകെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്തായി ലഹരി ഇന്ന് മാറിയെന്നും അതിൽ പെടാതിരിക്കാൻ യുവജനങ്ങൾ കരുതിയിരിക്കണമെന്നും കൗമാരക്കാരും യുവാക്കളുമാണ് ഇന്ന് ഏറെയും ഇതിന് അടിമകളായിരിക്കുന്നതെന്നും ഈ യുവതലമുറയാണ് ഭാവിയിൽ രാജ്യത്തെ നയിക്കേണ്ടവരെന്നും അത് മനസ്സിലാക്കി നാടിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും സന്നദ്ധ പ്രവർത്തകരും സാമൂഹ്യ സംഘടനകളും യുവജനങ്ങളും രക്ഷിതാക്കളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. വനിതകളും പുരുഷന്മാരും യുവാക്കളും അടങ്ങിയ 100-ൽ പരം ആളുകൾ തൂഫാൻ ഓപ്പറേഷൻ ഐക്യദാർഢ്യത്തിൽ പങ്കെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി CH മുഹമ്മദ് ഹാജി വടക്കേക്കര സ്വാഗതം പറഞ്ഞു. സലാം മൈതാനി ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം മുസ്ലിം ലീഗ് നേതാവും സംയുക്ത ജമാഅത്ത് പ്രസിഡന്റുമായ മുബാറക് ഹസൈനാർ ഹാജി സൗദി അബൂബക്കർ ഹാജിക്ക് നൽകി നിർവഹിച്ചു. ജനമൈത്രി പോലീസ് ഓഫീസർ പ്രദീപൻ കോതോളി, മൂസാൻ പാട്ടിലത്ത്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത്, 14 അബ്ദുറഹ്മാൻ, പാലക്കി കുഞ്ഞാമത് ഹാജി, ഇബ്രാഹിം പാലാട്ട്, ഹമീദ് ചേരങ്കൈ, C. മുഹമ്മദ് കുഞ്ഞി, നാസർ ചെർക്കളം, ജാഫർ മൂവാരിക്കുണ്ട, PM നാസർ, മുത്തലിബ് കൂളിയങ്കാൽ, കരീം കുശാൽ നഗർ, AC അബ്ദുള്ള, ബഷീർ ചിത്താരി തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ KB കുട്ടിഹാജി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. GVHSS മുള്ളേരിയ സ്കൂളിൽ മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ
ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ ശിശുവികസന വകുപ്പ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, കാസർഗോഡ് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ നാഷ്മുക്ത് ഭാരത് അഭിയാൻ 2026 ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ശിശുവികസന വകുപ്പ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, കാസർഗോഡ് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ നാശമുക്ത് ഭാരത് അഭിയാൻ 2026 ഭാഗമായി മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത കടത്തലിനുമെതിരെയുള്ള ദിനാചരണത്തോടനുബന്ധിച്ച് GVHSS മുള്ളേരിയ സ്കൂളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ PTA പ്രസിഡന്റ് സതീഷ് കുമാർ ഇടവേലി അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ഷാഹുൽ ഹമീദ് സ്വാഗതം പറഞ്ഞു. ആദൂർ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ മോഹനൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ലഹരി മരുന്നുകൾക്കെതിരെ കുട്ടികളുടെ ഫ്ലാഷ് മോബ് അരങ്ങേറി. ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ക്യൂസ് മത്സരം, പോസ്റ്റർ രചനാ മത്സരം, ലഹരി വസ്തുവിരുദ്ധ സിഗ്നേച്ചർ ക്യാമ്പയിൻ എന്നിവ സംഘടിപ്പിച്ചു. സ്കൂൾ കൗൺസിലർ അനീറ്റ മെൻഡോൺസ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അധ്യാപകരും വിദ്യാർത്ഥികളും ലഹരി വസ്തുക്കൾക്കെതിരെ പ്രതിജ്ഞയെടുത്തു. PTA അംഗങ്ങളും അധ്യാപകരും പരിപാടിക്ക് മികച്ച പിന്തുണ നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തെ ലഹരി മുക്തമാക്കാൻ കേരള സർക്കാർ നടത്തിവരുന്ന ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിന് പിന്തുണയുമായി സ്കൂൾ ഓഫ് ഖുറാൻ കാസർഗോഡ് സെന്റർ ലഹരിവിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഫ് ഖുറാൻ ഹാളിൽ നടന്ന സംഗമം കാസർഗോഡ് ടൗൺ SI രാജീവൻ K ഉദ്ഘാടനം നിർവഹിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് തളങ്കര അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ KM ഹനീഫ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഷ്കർ ഇബ്രാഹിം, ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി, ഡോക്ടർ ഹാത്തിം, മുഹമ്മദ് ഫഹൂം, നാസിർ മല്ലം എന്നിവർ സംസാരിച്ചു. സമീർ കരിപ്പൊടി സ്വാഗതവും മുനീർ CM നന്ദിയും പറഞ്ഞു. ആസിം ഇബ്രാഹിം ലഹരിവിരുദ്ധ ഗാനം ആലപിച്ചു. സ്കൂൾ ഓഫ് ഖുറാൻ വിദ്യാർത്ഥികൾ അണിനിരന്ന ലഹരിവിരുദ്ധ സന്ദേശ റാലിക്ക് സ്കൂൾ ഓഫ് ഖുറാൻ അഡ്മിൻ സമീർ കരിപ്പൊടി, നാസിർ മല്ലം, ഷെരീഫ് ചൂരി, BM ബഷീർ എന്നിവരും അധ്യാപകരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോളിയോ മുക്ത സമാജം എന്ന ലക്ഷ്യത്തോടെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ പോളിയോ വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. മഞ്ചേശ്വരം സർക്കാർ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില വാക്സിനേഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില പറഞ്ഞു. GHS അംഗൻവാടി, ഉദ്യാവർ അംഗൻവാടി, തലപ്പാടി ബസ് സ്റ്റാൻഡ് തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ക്യാമ്പുകൾക്ക് ജനപ്രതിനിധികളായ മുക്താർ A, ഇല്യാസ് തുമിനാട്, അബ്ദുൾ റഹ്മാൻ ഹാജി, KMK, ഫറാന, സെറീന എന്നിവർ നേതൃത്വം നൽകി. ആരോഗ്യപ്രവർത്തകർ, ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന വാക്സിനേഷൻ യജ്ഞത്തിന് നാട്ടുകാരിൽ നിന്ന് മികച്ച പിന്തുണയാണ് ലഭിച്ചത്. അബ്ദുൾ റഹ്മാൻ, ഉദ്യാവർ. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകളിൽ വൻ പുകയില വേട്ട. കുമ്പളയിലും ഹോസ്ദുർഗിലുമായി MDMAയും ബൈക്കുകളും പിടികൂടി. മംഗളൂരു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനാപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ എയർ ഇന്ത്യ മുഖം തിരിക്കുന്നതായി പരാതി. ഈ സാഹചര്യത്തിൽ സമ്മർദ്ദം ശക്തമാക്കാനൊരുങ്ങി മംഗളൂരു എയർ ക്രാഷ് വിക്ടിംസ് ഫാമിലി അസോസിയേഷൻ. കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ മന്ദിരം റോഡിൽ P&T ക്വാർട്ടേഴ്സിലെ മരങ്ങൾ പൊട്ടിവീണ് ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. കേരളത്തിലെ സിവിൽ സർവീസിനെ സംരക്ഷിക്കണമെന്നാവശ്യം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അജാനൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി തുള്ളിമരുന്ന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഏർപ്പെടുത്തിയ അച്ചടി ദൃശ്യമാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ് 2026-27 ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. കീം പരീക്ഷയിൽ 86ാം റാങ്ക് കരസ്ഥമാക്കി കാഞ്ഞങ്ങാട്ടുകാരൻ. വെള്ളിക്കോത്ത് സ്വദേശി സാരംഗ് സുനിലാണ് റാങ്ക് കരസ്ഥമാക്കിയത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.